മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിൻ്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ വാക്കുകളിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വചനഭാഗം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈശോ പറയുകയാണ്, വസ്ത്രത്തേക്കാൾ ശരീരവും ഭക്ഷണത്തേക്കാൾ ജീവനും ശ്രേഷ്ഠമല്ലേ. നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട സംഗതിയാണ്, നമ്മുടെ ജീവനാണ് ഭക്ഷണത്തേക്കാൾ വസ്ത്രത്തേക്കാൾ വിലയേറിയത്. അതുകൊണ്ട് ആ ജീവനെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളിലായിരിക്കണം നമ്മളെപ്പോഴും മുഴുകേണ്ടത്. ആ ജീവനെ നശിപ്പിക്കുന്ന, ദൈവം ദാനമായി നൽകിയ ഈ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കാത്ത വഴികളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ വസ്ത്രത്തെ സ്നേഹിക്കുകയും ഭക്ഷണത്തെ സ്നേഹിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടവരായിട്ട് പോകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് എപ്പോഴെല്ലാം ആളുകൾ തെറ്റുകൾ ചെയ്തിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് പരിശ്രമിക്കുന്നു, അപ്പോഴെല്ലാം ഈ ഭക്ഷണത്തെ നിയന്ത്രിക്കുമ്പോൾ, വസ്ത്രങ്ങളെ നിയന്ത്രിക്കുമ്പോൾ, സുഖസൗകര്യങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ദൈവത്തോട് അടുക്കുവാനായിട്ട് സാധിക്കും. നിനവയിലെ ജനങ്ങളുടെ ഉപവാസം വളരെ പ്രശസ്തമാണ്. അവരുടെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ കടന്നു വന്നപ്പോൾ ആ നഗരം തന്നെ ദൈവം നശിപ്പിക്കുവാനായിട്ട് മുതിരുമ്പോൾ ഒരവസരം കൂടി അവർക്ക് നൽകുവാൻ വേണ്ടി അനുതാപത്തിൻ്റെ പ്രവാചകനായിട്ട് യോനാ പ്രവാചകനെ അവരുടെ ഇടയിലേക്ക് ദൈവം അയക്കുന്നുണ്ട്. യോനാ പ്രവാചകൻ്റെ ഈ അനുതാപത്തിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് രാജാവ് മുതൽ മൃഗങ്ങൾ വരെ ഒന്നുപോലെ ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം കാരുണ്യം ചൊരിയുകയാണ്. ദൈവം നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന ശിക്ഷയിൽ നിന്നും അവരെ വിമോചിച്ച് തൻ്റെ വലിയ കാരുണ്യം അവരുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട് അവരോട് അനുകമ്പ കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധം അവർ വീണ്ടെടുത്തു. അങ്ങനെ അവർ കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത്. ചിലപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജീവനെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ലോകത്തിൻ്റേതായിട്ടുള്ള സുഖസൗകര്യങ്ങളുടെ പുറകെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മടങ്ങി വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. ചിലപ്പോഴെങ്കിലും നമ്മൾ കണ്ടുവരുന്ന സംഗതിയാണ്, മറ്റുള്ളവരെ നമ്മൾ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാറുണ്ട്. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഭക്ഷണം നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട സംഗതിയാണ്, ഈ ഭക്ഷണത്തേക്കാൾ പ്രധാനപ്പെട്ടത് ജീവനാണ്. ചിലരുടെ എല്ലാം കാര്യം നമുക്കറിയാം, പണ്ടൊക്കെ പ്രായമായിട്ടുള്ളവർക്ക് മാത്രമേ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഷുഗർ ഉണ്ടായിരുന്നുള്ളൂ, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും കൊളസ്ട്രോളും ഷുഗറും അത്തരത്തിലുള്ള രോഗങ്ങളെല്ലാം കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ ഓരോരുത്തർക്കും അവരർഹിക്കുന്ന സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുവാനായിട്ട് നമ്മൾ ഇപ്പോഴും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടവക വികാരിമാരുടെ എല്ലാം കാര്യം പറയുമ്പോൾ അവർ വീട് വെഞ്ചരിപ്പിനും മറ്റാവശ്യങ്ങൾക്കൊക്കെ വീടുകളിലേക്കൊക്കെ പോകുമ്പോൾ വളരെയേറെ ഭക്ഷണം കഴിക്കുവാനായിട്ട് നിർബന്ധിക്കപ്പെടാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അവരുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കാറുണ്ട്. വാസ്തവത്തിൽ ഈ വൈദികരോടുള്ള ഇഷ്ടം കൊണ്ട് ആണ് ആളുകൾ ഇത്തരത്തിൽ ഒരുപാട് ഭക്ഷണങ്ങളെല്ലാം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെ മറന്നു പോവുകയാണ്, ഈ ഭക്ഷണത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ജീവൻ. അപ്പം അതാണ് ഈ നോമ്പ് കാലത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട സംഗതി. എന്തുകൊണ്ടാണ് നമ്മൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത്? എന്തുകൊണ്ടാണ് ചില സുഖസൗകര്യങ്ങൾ നമ്മൾ ഇഷ്ടമല്ല എന്ന രീതിയിൽ മാറ്റിവെക്കുന്നത്? ഒരിക്കലും ഭക്ഷണം മോശമായതുകൊണ്ടോ സുഖസൗകര്യങ്ങൾ മോശമായതുകൊണ്ടല്ല. അതെല്ലാം ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. പക്ഷേ അതിനേക്കാൾ വലിയ ഒന്നുണ്ട്, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ആ ജീവിതം വഴിതെറ്റിപ്പോകുമ്പോൾ, ചില ആസക്തികൾ നിറഞ്ഞ വഴികളിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആ ജീവിതത്തിന് ഒരു കടിഞ്ഞാണിടുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഉപവാസവും നോമ്പും പ്രാർത്ഥനയുമെല്ലാം. അങ്ങനെ നമ്മൾ ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ചില ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഉൾക്കാഴ്ചകൾ ലഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ വിശന്നിരിക്കുകയാണ്, വല്ലാതെ ദാഹിച്ചിരിക്കുകയാണ് എങ്കിൽ എത്രയേറെ പണം നമ്മുടെ മുമ്പിൽ വന്നാലും, എത്രയേറെ ആഡംബര വസ്തുക്കൾ നമ്മുടെ മുമ്പിൽ വന്നാലും അവയൊന്നും നമ്മെ സ്വാധീനിക്കുവാനായിട്ട് പോകുന്നില്ല. ആ നിമിഷം നമുക്ക് വേണ്ടത് ഒരല്പം ഭക്ഷണമാണ്, അല്പം ദാഹജലമാണ്. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മൾ നേടിയ സംഗതികളേക്കാൾ, നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള സ്വത്തുവകകൾ, നമ്മുടെ സ്വാധീനം, അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഈ വിശപ്പ്, ഈ ദാഹം. അപ്പോൾ അത്തരത്തിലുള്ള ജീവിതത്തിൻ്റെ ഈ വിശപ്പുകളെ വീണ്ടെടുക്കുവാനായിട്ട്, ദാഹത്തെ തിരിച്ചറിയുവാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഭക്ഷണമാണ്, വായുവാണ്, വസ്ത്രമാണ്. ഇതെല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആ വലിയ ദൈവത്തോടുള്ള ബന്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ പിന്നീട് ഒരിക്കലും സൂക്ഷിച്ചു വയ്ക്കുവാനായിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിൽ കവിഞ്ഞുള്ള നേട്ടങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. മറിച്ച് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാനും നമ്മുടെ ആവശ്യത്തിൽ കവിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനൊക്കെയുള്ള വലിയ
ഉൾക്കാഴ്ചകൾ, ബോധ്യങ്ങൾ, ആത്മീയ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ നോമ്പുകാലം. മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് ദാനധർമ്മം നൽകുവാനായിട്ട്, നമ്മുടെ ഭക്ഷണങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട്, ഭക്ഷണം, വസ്ത്രവും അതെല്ലാം ആർഭാടങ്ങളെല്ലാം ജീവിതത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് ഒരു നല്ല രീതിയിൽ ഒരു മിതത്വത്തോടു കൂടി ജീവിക്കുവാനായിട്ട്, ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, പുണ്യങ്ങളിൽ വളരുക, മറ്റുള്ളവരെ സഹായിക്കുക, ദൈവത്തെ അനുകരിക്കുന്നവരായി തീരുക. അത്തരത്തിലുള്ള നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ട് നമുക്കൊരവസരം നൽകുന്ന കാലഘട്ടമാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം നിറഞ്ഞ ഈ നോമ്പിൻ്റെ കാലഘട്ടം. അതുകൊണ്ട് വളരെയേറെ തീക്ഷ്ണതയോടും സന്തോഷത്തോടും കൂടി വേണം നമ്മൾ ഈ നോമ്പ് എടുക്കുവാനായിട്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്. അങ്ങനെ യേശുവിനെ അനുകരിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. യേശുവിനെ പോലെ ഈ നോമ്പ് കാലഘട്ടം കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിട്ട് നമ്മുടെ ജീവിത മേഖലകളിൽ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പ്രാവർത്തികമാക്കുവാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.